ഇന്ന് സർവകലാശാലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉത്തരക്കടലാസ് വഴിയിൽ കൊണ്ട് കളയുന്ന അധ്യാപകനുണ്ട്. പരീക്ഷാഫലം ഒന്നാം സെമസ്റ്ററിന്റെ ഫലം മൂന്നാം സെമസ്റ്ററിന്റെ പരീക്ഷ എഴുതുമ്പോൾ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പല പല ക്രമക്കേടുകൾ നടക്കുന്ന സർവകലാശാലകളാണ് കേരളത്തിലെ സർവകലാശാലകൾ. എല്ലാം കൃത്യസമയത്ത് നടത്തിക്കൊണ്ട് പോകുന്നില്ല എന്നതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അതിലേക്കൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ഇവിടെ ഒരു ചക്കളത്തി പോരാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. VC-യും ഗവർണറും ഒരു ഭാഗത്ത്, സിൻഡിക്കേറ്റ് മറുഭാഗത്ത്, എന്നിട്ട് രജിസ്ട്രാറുടെ നിയമനത്തിലടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിഹാസ്യമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി, അതായത് നോൺ ഇഷ്യൂസിനായിട്ടാണ് കൂടുതൽ ടൈം ഇപ്പോൾ സർക്കാരായാലും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളിലേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ചാൻസലറായ ഗവർണർക്കോ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു താല്പര്യം പൊതുജനം നോക്കുമ്പോൾ കാണുന്നില്ല. അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ അവരുടെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ പോകുന്നില്ല എന്നതാണ് ഈ കഴിഞ്ഞ ഒരു 7-8 മാസത്തെ കാലയളവിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. കാരണം ഈ താൽക്കാലിക VC നിയമനം നടക്കുന്നത് കഴിഞ്ഞ നവംബറിലാണ്, കോടതിയിലേക്ക് പോകുന്നത് കഴിഞ്ഞ നവംബറിലാണ്. ഈ നിയമനത്തിന് ശേഷം ഉടനെ അത് കോടതി കയറുകയാണ്. ഇപ്പോൾ അവരുടെ കാലാവധി തീരുമ്പോഴും ഈ കേസും കോടതിയും കൂട്ടവുമായി നടക്കുന്നതല്ലാതെ സർവകലാശാലകളിൽ കാര്യമായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നോക്കാൻ ആർക്കാണ് നേരമെന്ന് ചോദിച്ചാൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അതിലല്ല ഫോക്കസ്. ഇവിടെ ചാൻസലറായ ഗവർണറെ തോൽപ്പിക്കുക, അയാൾക്കെതിരായ പ്രതികരണങ്ങൾ നടത്തുക എന്നതിനപ്പുറം വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലേക്ക് ഒരു നീക്കം രണ്ടിടത്തൊന്നും കാണുന്നില്ല.